മുൻപ് ചാക്കയിലെ വെള്ളക്കെട്ടാണ് റിപ്പോർട്ട് ചെയ്തിപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഓൾ സയൻസ് കോളേജിന്റെ പിൻഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ വലിയ വെള്ളക്കെട്ടാണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെ വീടിന്റെ പകുതിയോളം, അതായത് ജനൽ ഭാഗത്തോളം മുങ്ങുന്ന തരത്തിലേക്ക് വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യമാണുള്ളത്. ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ മുതിരുന്നില്ല. കാരണം ചാക്ക ഭാഗത്ത് അജന്ത ജംഗ്ഷനിൽ നമുക്ക് ഇറങ്ങാൻ സാധിച്ചെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം അത്രത്തോളം തന്നെ വലിയ ആഴവുമുണ്ട്. ഒപ്പം തന്നെ ഓട കരകവിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ എവിടെയാണ് ഓട, അത് റോഡ് ഏതാണ് എന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. കുറച്ചുകൂടെ മുൻപിലേക്ക് പോവുകയാണെങ്കിൽ ആ വീടിൻ്റെയൊക്കെ ഭാഗങ്ങൾ വലിയ രീതിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഏകദേശം 1000-ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് തന്നെ വരുന്നുണ്ട്, വീടുകളും ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് വളരെ വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ഭക്ഷണമടക്കം പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട്. ഓടയില്ലാത്തതാണോ ഇത്രയും വെള്ളം കെട്ടിക്കിടക്കാത്തതാണ് ഈ സംഭവം വന്നത്. അതിൻ്റെ നമ്മൾ ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓട വന്നപ്പോൾ ഈ ഓട ഒരിടത്തും കണക്ട് ചെയ്തിട്ടില്ല. ഓടയിൽ വരുന്ന വെള്ളം ഒരിടത്തും പോകില്ല. പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ളൊരു നിവൃത്തിയില്ല. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴേക്കാണ് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഷൂ ഇടണം, ഷോക്സ് ഇടണം എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ ബാഗിനകത്ത് കൊടുത്തു വിടുന്നത്. എന്നിട്ട് പോലും ഇന്നും പോയില്ല. എൻ്റെ കുട്ടികളൊന്നും പോയില്ല. പോകാന്ന് വെച്ചാൽ പോകാനൊക്കില്ല. പാമ്പ് ശല്യം. ഞാൻ ഇപ്പോൾ ഒരു പാമ്പിനെ അടുത്ത് കളഞ്ഞിട്ടാണ് പറഞ്ഞത്. ഒരു പാമ്പ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ നടയിൽ കിടന്നതിന് ഞാൻ ഒരു കമ്പെടുത്ത് എൻ്റെ കളഞ്ഞിട്ടാണ് വന്നത്. ഞാൻ ഇപ്പോൾ നടന്നു വന്നപ്പോൾ ഉള്ളതാണ്. അതുകൊണ്ട് ഈ വെള്ളത്തിൽ നിന്ന് ഉള്ള അടയാളമാണിത്. ഇതിനെ കൊണ്ടതാണ്. ഇതാണ് ഇവിടെ നമ്മൾ ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ട് വെച്ചാൽ ഇത് തന്നെയാണ്. ഓട, അതായത് ഇവിടെ നിന്ന് ഒരു ഓട കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം പോകും. അവർ പറയുന്നത് വെച്ചാൽ വെള്ളം പോകില്ല. പക്ഷേ ഈ മോട്ടർ അടിക്കുമ്പോൾ ഈ വെള്ളം സുഖമായിട്ട് പോകുന്നുണ്ട്. ഇത് ഒരു മാസം കൊണ്ട് മോട്ടർ അടിക്കുകയാണ്, ഒരു കുഴപ്പമില്ല, വെള്ളമാണ്. വലിയ രൂക്ഷസ്ഥിതിയാണ്. അതായത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ബാത്റൂം സംവിധാനങ്ങളടക്കം വലിയ അവതാളത്തിലാണ്. കാരണം വെള്ളം കയറി മൂടിയ നിലയിലാണ്. വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്.